അയ്യോടാ, മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അകത്ത് കയറുന്നില്ലേ? ഇല്ല, മറിയാമ്മ ചേട്ടത്തി ഇതൊന്ന് റബേക്കയ്ക്ക് കൊടുത്താ മതി. എനിക്ക് മടങ്ങിപ്പോയിട്ട് അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ സ്റ്റോറിൽ സാധനം വാങ്ങാൻ ഇറങ്ങിയതാ. മോളെ അകത്ത് കയറ്, ഞാൻ റബേക്കയെ വിളിക്കാം. ഏയ് വേണ്ട ചേട്ടത്തി, എനിക്ക് തിരക്കുണ്ട്. ഇതൊന്ന് കൊടുക്കുക വേണ്ടു, അത് ചേട്ടത്തി ആയാലും മതി. എനിക്ക് പോണം. മോളെ, മോളെ, മോക്ക് തരാൻ വിസ്മയെ ഏൽപ്പിച്ചതാ. എന്നിട്ട് അവളിവിടെ? ആ കൊച്ചു പോയി. മോളെ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ടും വരാൻ പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. മമ്മി, ദേ കണ്ടോ? വിസ്മയെ കൊടുത്തുവിട്ടത് കണ്ടോ മമ്മി? ഇവിടുന്ന് വാതിലടിച്ച് പുറത്താക്കിയതല്ലേ മമ്മി അവളെ? ഇത് ആരാ നിനക്ക് തന്നെ? അവള് തന്നെ. പടി വരെ വന്നിട്ടും ഇത് കൊടുത്തു വിട്ടിട്ടും അവൾ ഈ പടി കയറാത്തത് എന്തുകൊണ്ടാണെന്ന് മമ്മിക്ക് അറിയോ? മമ്മി ഒറ്റ ഒരുത്തിയാ കാരണം. മമ്മിയെ പേടി, അത്ര തന്നെ. അതോ ഇവിടെ വരാറില്ലേ വലിയ കാറിൽ ഞെളിഞ്ഞിരുന്നൊരു ശൂർപ്പണക? അവരോടുള്ള പേടിയായിരിക്കും. റബേക്ക, നിനക്ക് പല കാര്യങ്ങളും അറിയില്ല. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. മതി, അറിഞ്ഞെടുത്തോളം തന്നെ ധാരാളം. എനിക്കിപ്പോ എന്റെ കൂട്ടുകാരിയോട് വല്ലാത്ത ബഹുമാനം തോന്നുന്നു. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇത് കൊണ്ട് തന്നെങ്കിലും മുഖത്ത് വലിച്ചടിച്ച വാതിലിന് മുന്നിൽ വിസ്മയ വന്നില്ലല്ലോ. അക്കാര്യത്തിൽ അവൾക്ക് നമ്മളെക്കാൾ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയും. എനിക്കിപ്പോ അവളെ കാണണം. ഞാൻ നോക്കട്ടെ അവൾ എവിടെ എത്തിയെന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.